കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കൊച്ചി സെൻട്രൽ സ്ക്വയർ മോളിൽ പോയപ്പോൾ ടാക്കോബെൽ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടപ്പോൾ തന്നെ ഇതിന്റെ പേര് എനിക്ക് എവിടെയോ കേട്ട് നല്ല പരിചയം തോന്നി. വേറെ എങ്ങൊന്നുമല്ല, നമ്മുടെ പാർക്കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു കേട്ടോ, അമ്മ എനിക്ക് ടാക്കോ വേണം, ഒന്ന് ട്രൈ ചെയ്യാൻ വാങ്ങി തരുമെന്ന്. അങ്ങനെ 2 ടാക്കോ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഡെലിവറി ചെയ്തു. ഇന്ന് എന്തായാലും പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഭയങ്കര സന്തോഷമാകും കേട്ടോ. അപ്പോൾ പാറക്കുട്ടി സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു, കണ്ണിന് വയ്യാത്തതുകൊണ്ട്. അമ്മുക്കുട്ടീനെ സ്കൂളിൽ നിന്നൊക്കെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി 2 എണ്ണത്തിനെയും പിടിച്ചിരുത്തി. ആർക്കും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അറിയാ പറ എന്തുവന്ന് മേടിച്ച ഞാൻ സെൻട്രൽ സ്ക്വയർ മോളിൽ ഞാൻ സെൻട്രൽ സ്ക്വയർ മോളിൽ പോയെന്ന് കേട്ടപ്പോൾ തന്നെ പാറക്കുട്ടിയുടെ ഫേസ് ഒക്കെ മാറി കേട്ടോ. പാറക്കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ലുലു മോളും സെൻട്രൽ സ്ക്വയർ മോളും എന്നൊക്കെ പറയുന്നത് ഭയങ്കര വീക്ക്നെസ് ആണ്. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ കൊണ്ടുപോകാനുള്ള സമയമൊന്നും കിട്ടാറില്ല കേട്ടോ. അങ്ങനെ പാറക്കുട്ടി പാക്കറ്റൊക്കെ പൊട്ടിച്ചു. ഒരെണ്ണം നമ്മുടെ അമ്മുക്കുട്ടിക്കും കൊടുത്തു. അടുത്തത് പാറക്കുട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുട്ടികൾക്കായതുകൊണ്ട് അവരോട് പ്രത്യേകം ചോദിച്ചൊക്കെ വാങ്ങിയതാണ് കേട്ടോ. ഇത് സ്പൈസി ആണെന്നുണ്ടെങ്കിൽ ഇനി കഴിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പാറക്കുട്ടിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. പാറക്കുട്ടി യൂട്യൂബൊക്കെ കാണുന്നുണ്ട്, ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയുണ്ട്. എനിക്കൊരു ധാരണയില്ലായിരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് സംഭവം എന്നറിയാനായിട്ട്. ഞാൻ ആക്ച്വലി സത്യത്തിൽ ഞാൻ വിചാരിച്ചത് നേരത്തെ പാറക്കുട്ടി ഇതേപോലെ ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെന്നുള്ളായിരുന്നു. പക്ഷേ എനിക്ക് തെറ്റിപ്പോയതാണ് ഗൈസ്. അത് ടാക്കോ അല്ലായിരുന്നു, സാൽസ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കേട്ടോ. പാറക്കുട്ടിക്ക് പക്ഷേ നല്ലോണം അറിയായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ തന്നെ കണ്ടില്ലേ, വെജിറ്റബിൾസ് കുറച്ചിങ്ങനെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ടൊമാറ്റോസും പിന്നെ ലെറ്റസും ആയിരുന്നു കേട്ടോ. അതൊന്നും പാറക്കുട്ടിക്ക് ടൊമാറ്റോസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പാറക്കുട്ടി ആ വെജിറ്റബിൾസ് മൊത്തം എന്നെ കൊണ്ട് മാറ്റിപ്പിച്ചു. അമ്മുക്കുട്ടിയും വെജിറ്റബിൾസ് ഒക്കെ മാറ്റിയിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പപ്പടം പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഇത് നഗറ്റ്സിൻ്റെ പോലത്തെ ഒരു വലിയ സാധനം. പിന്നെ ഇവിടെ എന്തോ ഒരു സ്പൈസി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സോസാണ്. ഇതെന്തുവാടാ? ഇതെന്ത് സാധനം? ചപ്പാത്തി പോലെ ഇരിക്കുന്ന ഒരു സാധനം ഗൈസ്. ഇത് ഫ്രൈഡ് അല്ലേടാ, അതോ എയർ ഫ്രൈ ചെയ്താണോ? എന്തോ സാധനം ഗൈസ്, എനിക്കറിയത്തില്ല. പാറു കഴിച്ചിട്ട് പറയും. ഈ ടാക്കോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മെക്സിക്കൻ ഫുഡാണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് 3 സംഭവങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് കണ്ടില്ലേ, ആ ചപ്പാത്തി പോലിരിക്കുന്ന ഒരു സാധനം കേട്ടോ. അത് എയർ ഫ്രൈ ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. പിന്നെ അതിനകത്ത് പപ്പടം പോലൊരു സാധനമുണ്ട്, അത് കോണിൻ്റെ ചിപ്സ് ആണെന്നാണ് കേട്ടോ പാറു പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോറിറ്റോസ് ഇല്ലേ, ഡോറിറ്റോസ് കഴിക്കുമ്പോൾ ഡോറിറ്റോസിന് എരിവും ഉപ്പും ഒന്നും ഇല്ലാത്തൊരു ഒരു ഫീൽ ഉണ്ടല്ലോ, പ്ലെയിൻ ആയിട്ടുള്ള ഡോറിറ്റോസ്. ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പപ്പടം പോലുള്ള സാധനത്തിന്. പിന്നെ ഉള്ളത് നഗറ്റ്സ് പോലെ ഒരു വലിയൊരു പീസാണ് കേട്ടോ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഫുൾ ചീസിയാണ് കേട്ടോ. നല്ല ഫ്ലേവറായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ശരിക്കും കഴിക്കാൻ തോന്നും. എനിക്കും പാറക്കുട്ടിക്കും അമ്മുക്കുട്ടിക്കും ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ടാക്കോ കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം. ടാക്കോ ഇഷ്ടമുള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറക്കുട്ടിക്ക് പിന്നെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫോറിൻ ഫുഡാണ് കേട്ടോ പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്, കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഈ ടാക്കോയ്ക്ക് ഒരെണ്ണത്തിന് 129 rupees ആയിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് സ്പൈസ് ഒന്നും ഇല്ലാതെ ഭയങ്കര എന്താ പറയുക, എന്തായാലും കഴിച്ചിരിക്കണം, അതെനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. നമ്മളൊരു കാര്യം ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേടിച്ചിട്ട് കുട്ടികളത് കഴിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ച് പറഞ്ഞൊക്കെ വാങ്ങി. എന്തായാലും 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. പാറക്കുട്ടിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഫുഡൊക്കെ. എന്തോത്തിൻ്റെ ടേസ്റ്റാ? പിസ്സയുടെ ടേസ്റ്റ് ഒന്നും അല്ലല്ലേ. അതിനകത്തോ ആ ഒരു നഗറ്റ്സ് പോലൊരു പീസ് കണ്ടില്ലേ അതിനകത്ത്, അത് ഞാൻ ആക്ച്വലി ചിക്കൻ ടാക്കോ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ചിക്കനും ചീസും ഒക്കെ ചേർന്നിട്ട് കണ്ടില്ലേ, നല്ല
സൂപ്പർ ഫ്ലേവർ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. എനിക്ക് പാറുക്കുട്ടി പറയുന്നത് കേട്ടിട്ട് എനിക്കും കഴിക്കാൻ കൊതി തോന്നി. അങ്ങനെ ദേ ഞാൻ ടാക്കോ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്കും ദേ പാറുക്കുട്ടി അതിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു ഫയർ എന്ന് പറഞ്ഞ സോസ് കാണിച്ചു തന്നു കേട്ടോ. ഇത് അവരുടെ സിഗ്നേച്ചർ സോസാണമ്മേ, ഭയങ്കര സ്പൈസിയാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും ട്രൈ ചെയ്ത് നോക്കി ഗൈസ്, സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാക്കോ കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാക്കോ ഇഷ്ടപ്പെട്ടവരും കമൻറ്റ് ചെയ്യണം. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, പാറുക്കുട്ടിയും അമ്മുക്കുട്ടിയും ഒക്കെ ഹാപ്പിയായി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.